തൻ്റെ 33ാമത്തെ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു. അറഫയിൽ സംഗമിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇതെൻ്റെ 33ാമത്തെ ഹജ്ജാണ്. ആദ്യത്തെ ഹജ്ജ് എൻ്റെ ഫർള്, രണ്ടാമത്തേത് എൻ്റെ ഉപ്പാക്ക്, മൂന്നാമത്തേത് എൻ്റെ ഉമ്മാക്ക്. ബാക്കിയുള്ള 30 ഹജ്ജുകളും ഈ അറഫയിൽ സംഗമിച്ചിട്ട് സ്വീകരിക്കപ്പെടാതെ പോയ ആളുകൾക്ക് വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലെത്തിയ രാത്രിയിൽ ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിൽ ഒരു വിളിയാളം കേൾക്കുകയാണ്. മുഹമ്മദ് ബിൻ മുങ്കദിറെ, ധർമ്മത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നീ ധർമ്മം ചെയ്യുകയാണോ? അല്ലാഹു തആല നിന്നോട് പറയുന്നു, എൻ്റെ പ്രതാപത്തെ തന്നെയാണ്, എൻ്റെ അധികാരത്തെ തന്നെയാണ് സത്യം. ഈ അറഫ മൈതാനിയെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സംഗമിക്കുന്ന സകല വിശ്വാസികൾക്കും പാപമോചനം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അറഫയിൽ സംഗമിക്കുന്ന വിശ്വാസികൾക്ക് മുഴുവനും അല്ലാഹു തആല പാപമോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അവർക്ക് മാത്രമല്ല അറഫ ഭൂമിയിൽ സംഗമിക്കുന്നവരുടെ പ്രാർത്ഥനകളിൽ ഇടം കിട്ടിയ ലോകത്തുള്ള സകല വിശ്വാസികൾക്കും മഗ്ഫിറത്തുണ്ട് എന്ന്. ആ പാപമോചനത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തവണ അറഫയിൽ ഹാജിമാരായി സംഗമിക്കാനുള്ള കഴിവും പ്രാപ്തിയും സമ്പത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അറഫയുടെ ദിവസം ആദരിക്കപ്പെടേണ്ട ദിവസമാണ്, ഏറ്റവും പുണ്യമുള്ള ദിവസമാണ്. 2 വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 ദിവസത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം ആ ഒരൊറ്റ ദിവസത്തെ നോമ്പിന് ലഭിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അറഫയുടെ ദിവസം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഏറ്റവും വലിയ സംഗമത്തിൻ്റെ ഭൂമികയാണ്. വിശ്വാസികളുടെ ഏറ്റവും വലിയ സംഗമത്തിന് സാക്ഷിയാകുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട്, തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ.